ഗൈസ്, ചില സമയത്ത് ചില ആൾക്കാരോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കത് മനസ്സിലാവാൻ പറ്റാറില്ല. നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഇഷ്ടംപോലെ ടൈം കളയാറുണ്ട്, അതിന് പുറമെ ഇഷ്ടംപോലെ എനർജിയും കളയാറുണ്ട്. വി വിൽ ഗെറ്റ് എക്സോസ്റ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഥ കേൾക്കുക. പണ്ടൊരിക്കലും ഒരു കാട്ടിൽ ഒരു കഴുതയും ഒരു കടുവയും തമ്മിൽ ഒരു തർക്കം നടന്നു. കഴുത പറയുവാണ് പുല്ലിന് കളർ നീലയെന്ന്, കടുവ പറയുവാണ് പുല്ലിന് കളർ പച്ചയെന്ന്. ഇവർ കുറേ നേരം തർക്കിച്ച് സമയം കളഞ്ഞു. ലാസ്റ്റ് ഇവർ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവിടെ ചെന്ന പാടെ തന്നെ ഈ കഴുത അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, സിംഹമേ പുല്ലിന് കളർ നീലയല്ലേന്ന്. അപ്പോൾ സിംഹം പറഞ്ഞു, പുല്ലിന് കളർ നീലയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുല്ലിന് കളർ നീലയാണ്. സിംഹം തൻ്റെ വരികൾ പറഞ്ഞു വെക്കുന്നതിന് മുന്നേ തന്നെ കഴുത ചാടിക്കറി പറഞ്ഞു, ഈ കടുവയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, ഇവനെ എതിർക്കുന്നു, ഇവനെ പണിഷ് ചെയ്യണം, ഇവൻ തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞതിന്. അപ്പോഴത്തേക്കും സിംഹം പറഞ്ഞു, ആ ശരി, ശിക്ഷിച്ചേക്കാം, 5 വർഷത്തേക്ക് ഇവന് മൗനവ്രതം കൊടുത്തെന്ന്. 5 വർഷത്തേക്ക് ഇവൻ വാ തുറക്കാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല. അതായിരുന്നു സിംഹം കടുവ കൊടുത്ത പണിഷ്മെൻറ്റ്. അത് കേട്ട പാടെ തന്നെ ഈ കഴുത തുള്ളിച്ചാടി അങ്ങ് പോയി. കടുവയാണെങ്കിൽ പണിഷ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തു. കടുവാണ്ട് തിരിച്ച് പോകാൻ നേരത്ത് സിംഹത്തിനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ പണിഷ് ചെയ്തത്, പുല്ലിന് നിറം പച്ച തന്നെയല്ലേന്ന്. അപ്പോൾ സിംഹം കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിന്നെ പോലെ ബുദ്ധിമാനായിട്ടുള്ളൊരു ജീവി കഴുതയെ പോലെ ഒരു ജീവിയായിട്ട് തർക്കിച്ച് സമയം കളയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ കടുവേന എന്തായാലും സിംഹം പണിഷ് ചെയ്തത്. സ്വന്തം സമയം കളഞ്ഞത് പോരാണ്ട് സിംഹത്തിൻ്റെ സമയം കൂടി കളഞ്ഞു. ഒരു കാര്യത്തിൻ്റെ സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സ്വന്തം വിജയത്തിന് വേണ്ടി മാത്രം തർക്കിക്കുന്ന ഒരാളായിട്ട് തർക്കിച്ച് സമയം കളഞ്ഞതിനാണ് കടുവയ്ക്ക് പണിഷ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് തർക്കിച്ച് സമയം കളയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് സിംഹം പറയുന്നത്. ദ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയാൻ നേരത്ത് നമ്മൾ ചില സമയത്ത് ചില ആൾക്കാരുടെ എത്ര തെളിവ് നികത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റാറില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് മനസ്സിലാവാത്തെന്ന് പറയാൻ നേരത്ത് അവരുടെ മനസ്സിലുള്ള വെറുപ്പ്, ഈഗോ, അതാലൊക്കെ അവരുടെ ഡിസിഷൻ ബ്ലൈൻഡ് ആയി പോകും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡ് തെറ്റാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ശരിയാണെന്ന് കാണിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.